നമസ്കാരം. ജെ രാജശേഖരൻ നായർ അദ്ദേഹം ഒരു വെറും പത്രപ്രവർത്തകനല്ല, പോരാട്ട നായകൻ കൂടിയാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹമാണ് വിളനിലം കേസിന്റെ മുന്നണി പോരാളി. വിളനിലത്തിന് കിട്ടിയത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ല, വ്യാജമാണെന്ന് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നതിന് കാരണമായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന ആൾ. ഇതേപോലെയാണ് ചാരക്കേസിൽ ദേശാഭിമാനിയും പോലീസും ചേർന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സ്മാർട്ട് വിജൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി, എന്നിട്ട് അവസാനം ചാരക്കഥയുണ്ടാക്കി, അവസാനം ശാസ്ത്രജ്ഞന്മാരായ അടക്കമുള്ള ആളുകളെ, നമ്പീനാരായണമുള്ള ആൾക്കാരെ തേജോവധം ചെയ്തു. പത്രങ്ങൾ നിരന്തരം വാർത്ത ചെയ്തു. എന്നാൽ അത് പൊളിച്ചുകൊണ്ട് ഇതിലെ ഒരു ചാരവും ഉണ്ടായില്ല, തട്ടിപ്പും ഉണ്ടായില്ല, ഇതെല്ലാം കെട്ടുകഥയാണെന്ന് കൃത്യമായി പുറത്തു കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിന് DRDO, ISRO, ശാസ്ത്രജ്ഞർ, സാറ്റലൈറ്റ് ഇതിനെക്കുറിച്ച് വളരെയധികം റിസർച്ച് നടത്തിയുള്ള ആളാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ വിവാദമാണ് 900ഓളം ശാസ്ത്രജ്ഞന്മാരടക്കമുള്ള ആളുകൾ ISROയിൽ അപ്രത്യക്ഷമാവുകയോ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം, ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ വലിയ അട്ടിമറി സൃഷ്ടിക്കുന്നു, സാറ്റലൈറ്റ് വിക്ഷേപണം തകർത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരാളം വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്ത്? ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായി ശ്രീ രാജശേഖരൻ നായരുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പൂർണ്ണമായി കേൾക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നമസ്കാരം. നമസ്തേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രധാനപ്പെട്ട വാർത്തകൾ ISROയെ കുറിച്ച് പുറത്തു വരികയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അവിടെയുള്ള പല ശാസ്ത്രജ്ഞന്മാരടക്കമുള്ള പ്രമുഖരായ ആളുകൾ, ഉദ്യോഗസ്ഥർ അടക്കം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 900 ആളുകളുടെ വിവരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള PSLVയുടെ പരാജയങ്ങൾ, തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങൾ, അതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്, അട്ടിമറിയാണ് എന്നൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ അജിത് ഡോവൽ തന്നെ ഈ കാര്യം അന്വേഷിക്കാൻ, രാജ്യരക്ഷാ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ നേരിട്ട് ഈ കാര്യം അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, കുറെ പേര് ആത്മഹത്യ എന്ന് പറയുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേസില് ഒരു കണക്കെടുത്താൽ എത്ര പേര് ആത്മഹത്യ ചെയ്ത് കാണും? ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ എത്ര പേര് ആത്മഹത്യ ചെയ്ത് കാണും? ആഹാരമില്ലാതെ മരിച്ചു കാണും ഇന്ത്യയിൽ. ഇതിനേക്കാളൊക്കെ എന്ത് പ്രാധാന്യമാണ് ISROയിലെ 1000-ഓ 1200 ശാസ്ത്രജ്ഞരല്ല, ദേ ആർ ഓൾ ടെക്നോക്രാറ്റ്സ്. നമ്മൾ ഈ ശാസ്ത്രജ്ഞരെന്ന് വിളിച്ച് നമ്മുടെ പുറത്ത് ചില ഇഗ്നറൻസ് കെട്ടിവെക്കുകയാണ്. നൺ ഓഫ് ദം ഈസ് എ സയന്റിസ്റ്റ്, നോട്ട് ഈവൻ അബ്ദുൽ കലാം. ദേ ആർ ഓൾ ടെക്നോക്രാറ്റ്സ്. അബ്ദുൽ കലാമിന്റെ ബിരുദം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിലാണ്, മനസ്സിലായോ? എഞ്ചിനീയറിംഗിൽ ബിരുദം എടുത്ത ഇൻഫോസിസിലുള്ള ആളെ നിങ്ങൾ ടെക്നോക്രാറ്റ് എന്ന് വിളിക്കൂ, സയന്റിസ്റ്റ് എന്ന് വിളിക്കൂ? ദേ ആർ ഓൾ ടെക്നോക്രാറ്റ്സ്. പിന്നെ നമ്മുടെ മുമ്പിൽ ചില കള്ളത്തരങ്ങൾ, അതായത് ജയലളിതയ്ക്കും MGRനും കിട്ടിയ പോലെ ഏതോ ഒരു സർവകലാശാല കൊടുത്ത ഡോക്ടറേറ്റും വെച്ച് തലയിൽ വെച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ടെക്നോക്രാറ്റ്. നമ്മുടെ അടുത്ത് കെട്ടിഘോഷിക്കുന്ന ചില ഇമേജുകളുണ്ട്. ആളുകൾ മരിച്ചു, അപ്പൊ ഇവിടെയുള്ള ISROയെ കുട്ടിച്ചോറാക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് എന്തൊന്നൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ദുരൂഹതയാണ് ഈ വരുന്നത്. ISRO എന്തിനാണ് നശിപ്പിക്കുന്നത്? ISRO സ്വന്തമായിട്ട് എന്താണ് വികസിപ്പിച്ചിട്ടുള്ളത്? ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ എല്ലാ പരാജയങ്ങളും നമ്മൾ ശത്രുരാജ്യത്തിന്റെ പുറത്താണ് ഈ വെക്കുന്നത്. ശത്രുരാജ്യം എന്നാൽ നമുക്ക് പാകിസ്ഥാനാണ്. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് നന്ദകുമാർ പറഞ്ഞല്ലോ, 2026 ജനുവരി 12 PSLVയുടെ തുടർച്ചയായ പരാജയവും. ഇങ്ങനെ പറയാനാണ് നമുക്കിഷ്ടം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇവയാണ്. അതാണ് പ്രധാനം. തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യം വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നു. തെറ്റിന് കാരണക്കാരായവർ ഉണ്ടെങ്കിൽ അത് പോകുന്നില്ല. ഇപ്പൊ ISROയില് ഈ റോക്കറ്റിന്റെ പല ഭാഗങ്ങളും പല ആളുകളാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, അത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്, പല സപ്ലയേഴ്സാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. ഇനി നുണ പറഞ്ഞ് നമ്മൾ നുണ മാത്രം ഇഷ്ടപ്പെടുന്ന കുറെ മനുഷ്യരായി മാറുന്നു. ഒരു കാര്യവുമില്ലാതെ എല്ലാത്തിനും ശത്രുവിന്റെ കറുത്ത കൈകൾ കണ്ടെത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അതിനെ ഒന്നും തടയാൻ കഴിയാത്ത നമ്മുടെ കഴിവുകേടിനെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലേ?
വളരെ പെട്ടെന്ന് ഇവിടെയുള്ള ഏത് സാധനവും ഒരു ശത്രുവിനും തകർക്കാമെങ്കിൽ ആ ശത്രു അത്ര മിടുക്കനാണ്, നമ്മൾ അത്ര മോശപ്പെട്ടവന്മാരുമാണ്. എന്തിനാണ് നമുക്ക് ഇന്റലിജൻസ് വിങ്, എന്തിനാണ് നമുക്ക് ഈ എന്തിനാണ് നമുക്ക് ഈ സർവീസുകളൊക്കെ? അവർക്കൊന്നും ഈ ശത്രു നമ്മുടെ വീടിനകത്ത് കയറി ബോംബ് പൊട്ടിക്കുന്നവരെ ഇവരാരും അറിയുന്നില്ലേ? ബോംബ് പൊട്ടിച്ചാൽ ആ നിമിഷം ഇവര് പറയും ശത്രുവാണ്, ഇന്ന ശത്രു ഇവിടെ നിന്ന് ഇതെല്ലാം പറയുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി കേട്ടോണ്ടിരിക്കുന്ന കഥ. അതിന്റെ ഒരു തുടർക്കഥയാണ് ISRO കുറിച്ചും കേൾക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇനി അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹത്തിന് മുമ്പിൽ മറ്റ് പല കാര്യങ്ങളിൽ പോലെ നമ്മൾ അപഹാസ്യരായി മാറുകയാണ് യഥാർത്ഥ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് തെറ്റുതിരുത്താൻ ശ്രമിക്കാതെ ശത്രുവിന്റെ ബുദ്ധിയിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന നമ്മൾ ഇതോടൊപ്പം ചില ആക്ഷൻ ഹീറോ ബിജുമാരെ സൃഷ്ടിച്ച് പ്രശ്നപരിഹാരമായി എന്ന് വിളിച്ചു പോകുന്നു. PSLVയുടെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം 7 മാസത്തിനിടയ്ക്കുള്ള പശ്ചാത്തലത്തിൽ ISRO സന്ദർശിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് കറുത്ത കൈകളെ കണ്ടെത്തി ഇനി ആ കറുത്ത കൈകളെ മുറിച്ചു മാറ്റാൻ പോകുന്ന ആക്ഷൻ ഹീറോ ബിജു ആണ് നമ്മുടെ 007 ജെയിംസ് ബോണ്ട് അജിത് ഡോവാൽ. ISROയുടെ നമ്മൾ നോക്കണം, എന്താണ് ISRO മഹത്തായ കാര്യങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ISROയുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുണ്ട്, വിഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. വിഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ്: ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ലോഞ്ച് വെഹിക്കിൾസ്. ലോഞ്ച് വെഹിക്കിൾസ് ഡിസൈൻ ചെയ്ത് അത് ലോഞ്ച് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഇതിനാണ്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ട് ഒരു ലോഞ്ച് വെഹിക്കിൾ പോലും സ്വന്തമായി രൂപകൽപ്പന ചെയ്തെടുത്ത് വികസിപ്പിച്ചെടുത്തിട്ടില്ല. മനസ്സിലായോ? മറ്റ് രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ടെക്നോളജി നമ്മൾ ലഭ്യമാക്കിയാണ് ചെയ്തത്. നമ്മൾ നാളിതുവരെ ഒന്നും സ്വന്തമായി രൂപകൽപ്പന ചെയ്തിട്ടില്ല. ISRO ലോഞ്ച് വെഹിക്കിൾസുകൾക്ക് വാസ്തവത്തിൽ 3 തരം എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്: സോളിഡ് സിസ്റ്റം, ലിക്വിഡ് സിസ്റ്റം, ക്രയോജനിക് സിസ്റ്റം. ഈ സോളിഡ് സിസ്റ്റത്തിൽ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്, ലിക്വിഡ് സിസ്റ്റത്തിൽ ദ്രവ ഇന്ധനമാണ്, ക്രയോജനിക്കിൽ ശീതീകരിച്ച ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിക്കുന്നു. സോളിഡ് സിസ്റ്റം അതിന്റെ ടെക്നോളജി ഫ്രാൻസിലെ സുഡ് ഏവിയേഷനിൽ നിന്ന് ആണ് നമ്മൾക്ക് ലഭ്യമാക്കുന്നത്. അത് എനിക്ക് 1960s തോന്നുന്നു. ആ ടെക്നോളജിയിൽ നിന്നാണ് ഇന്ത്യ സ്വന്തം സോളിഡ് റോക്കറ്റ് വികസിപ്പിച്ചെടുക്കുന്നത്. അതായത് റോക്കറ്റ് രൂപകൽപ്പന ചെയ്തതും ടെക്നോളജി ഡെവലപ്പ് ചെയ്തതും ഫ്രാൻസ്. നമ്മളത് നിയമപരമായി വിലയ്ക്ക് വാങ്ങി അതിൽ നിന്ന് നമ്മുടെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക. ഒറിജിനൽ ഡെവലപ്പിംഗ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ മനസ്സിലാകും. ഒരു എഞ്ചിനോ എന്തോ ആകട്ടെ, ഒരു മരുന്നാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഡെവലപ്പ് ചെയ്തതിലേക്കുള്ള സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ജേർണി ഉണ്ട്. അതിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന ഒരു ജേർണി ഉണ്ട്. അതൊരിക്കലും നമുക്ക് മനസ്സിലാകില്ല. നമ്മളത് കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനൊക്കെ എതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അതാണ്. അവരൊന്നും ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല, അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ കൂടി ഇത് ചെയ്യുന്നുള്ളതാണ് വലിയ ആരോപണം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്. ലിക്വിഡ് സിസ്റ്റം നിയമപരമായി ISRO അക്വയർ ചെയ്യുന്നത് എറിയൻ സ്പേസിൽ നിന്നാണ്. അത് 1974. ഇതും നിയമപരമായ ടെക്നോളജി ട്രാൻസ്ഫർ ആയിരുന്നു. അതിൽ നിന്ന് അന്ന് ആ എഞ്ചിന്റെ നമ്മൾ മേടിക്കുന്നതിന്റെ പേര് വൈക്കിംഗ് എന്നാണ്. ഈ വൈക്കിംഗ് എഞ്ചിന്റെ ടെക്നോളജി സ്വായത്തമാക്കിയ ശേഷം എറിയൻ സ്പേസിൽ നിന്ന് അതിന്റെ സാങ്കേതിക ശാസ്ത്ര വിഭാഗ തലവന്മാരുടെ സഹായത്തോടെ ഏറെക്കുറെ 18 വർഷത്തിന് ശേഷം റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ കൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്താണ് നമ്മുടെ വികാസ് എഞ്ചിൻ. ഇനി 1991 ക്രയോജനിക് റോക്കറ്റ് ടെക്നോളജി ലഭ്യമാക്കാൻ വേണ്ടി ISROയിൽ റഷ്യയിലെ ഗ്ലാക്പോസ്മോസുമായി കരാർ ഒപ്പിട്ടു. എന്നാൽ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ആ റഷ്യ കരാറിൽ നിന്ന് പിന്മാറി. അതിനുശേഷം ഗ്ലാക്പോസ്മോസിലെ ഒരു വിഭാഗം മേധാവികളും ISROയും ചേർന്ന് ക്രയോജനിക് ടെക്നോളജി അമേരിക്കൻ കണ്ണു വെട്ടിച്ച് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്താൻ നടത്തിയ ശ്രമങ്ങളെ CIA ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോയിലെ തന്നെ ചില ഉന്നത നിലയിലുള്ള ചാരന്മാരുടെ സഹായത്തോടെ പ്ലാൻ ചെയ്തതാണ് ISRO ചാരക്കേസ്. ISROയ്ക്ക് ആ ദിവസം വരെ ഇല്ലാതിരുന്ന ക്രയോജനിക് സാങ്കേതിക വിദ്യ അന്ന് നമുക്കില്ല കേട്ടോ. 92 നമുക്കില്ല. മറിയം റഷീദിയുടെയും ഫൗസിയ ഹസന്റെയും സഹായത്തോടെ നമ്പിനാരായണൻ, ശശികുമാറും ഒക്കെ ചേർന്ന് പാകിസ്ഥാനിലേക്ക് ചോർത്തി കൊടുത്തു എന്നതാണ് അസംബന്ധ നാടകത്തിന്റെ ചുരുക്കം. ഇത് പറയാൻ കാരണം ഇന്ത്യയുടെ സാങ്കേതിക കുതിപ്പ് തടയാൻ ശത്രു രാജ്യങ്ങൾ എന്ത് താല്പര്യമുള്ളത്?
ഈ സാങ്കേതിക വിദ്യ പണം കൊടുത്താൽ ഏത് രാജ്യത്തിനും അത് വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൽ ഇത് ലഭിക്കുന്നേ. നമ്മളും വില കൊടുത്താണ് മേടിച്ചത്. ക്രയോജനിക് സാങ്കേതികം നമ്മൾ 235 കോടി രൂപ, എല്ലാം ഇതാണ്. ഇറ്റ്സ് ഓൾ ഫോർ സെയിൽ, ഇറ്റ്സ് ഓൾ ഫോർ സെയിൽ. മറ്റു പല രാജ്യങ്ങളുടെയും ദൗത്യങ്ങൾ പരാജയപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നാസയുടെ ദൗത്യം പരാജയപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ സുനീത വില്യംസിന് 1 വർഷത്തോളം ബഹിരാകാശത്ത് കഴിയേണ്ടി വന്നു. ദൗത്യം പരാജയപ്പെടുത്തിയത് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളാണെന്ന് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞിട്ടില്ല. തെറ്റുകൾ തിരുത്തിയാണ് വേണ്ടത്, പഴിചാരി രക്ഷപ്പെടുകയല്ല. PSLVയുടെ ജനുവരി 12, 1926 വിക്ഷേപണത്തിന് ടേക്ക് ഓഫ് നോർമൽ ആയിരുന്നു. എന്നാൽ 3ാമത്തെ സ്റ്റേജിൽ അത് പരാജയപ്പെട്ടു. PSLV റോക്കറ്റിന്റെ 1ഉം 3ഉം സ്റ്റേജുകൾ ഖര ഇന്ധനവും 2ഉം 4ഉം സ്റ്റേജുകൾ ദ്രവ ഇന്ധനവുമാണ്. 2ാമത്തെ ദ്രവ ഇന്ധന സ്റ്റേജിൽ നിന്ന് 3ാമത്തെ ഖര ഇന്ധന സ്റ്റേജിലേക്ക് മാറുമ്പോഴാണ് ദൗത്യം പരാജയപ്പെട്ടത്. നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം നോക്കേണ്ടത്, 2025 മെയ് മാസം നടന്ന ലോഞ്ചിലും ഇതേ കാരണം കൊണ്ടാണ് ഇതേ സ്റ്റേജിൽ ഇതുപോലെയാണ് ദൗത്യം പാളിയത്. PSLVയുടെ ആദ്യത്തെ പരാജയം, PSLV ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പരാജയം 1993 രണ്ടാമത്തെ 2017 മൂന്നാമത്തെ 2025, 4ാമത്തെ 2026. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പരാജയത്തിന്റെ ഫ്രീക്വൻസി കൂടുന്നു, ടൈം ഗ്യാപ്പ് വളരെ കുറയുന്നു. അതിൽ 3ഉം 4ഉം പരാജയങ്ങൾ 2025 മെയിലെയും 2026 ജനുവരിയിലെയും പരാജയ കാരണങ്ങൾ ഒരേപോലെ. ലിക്വിഡ് സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തിയാൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും, ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ സോളിഡ് സ്റ്റേജിൽ അത്തരം കറക്ഷൻസ് അസാധ്യമാണ്. അതുകൊണ്ടാണ് സോളിഡ് സ്റ്റേജിൽ വന്ന കുഴപ്പം ദൗത്യത്തെ അപ്പാടെ തകർത്ത് കളഞ്ഞത്. അജിത് ഡോവാൽ വന്ന് ഒറ്റ നോട്ടത്തിൽ കുഴപ്പങ്ങൾ കണ്ടെത്തിയെന്നും അറുബോറൻ സിനിമാ കഥയല്ല നമുക്ക് വേണ്ടത്. പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ISRO പൊതുജന സമക്ഷം വയ്ക്കണം. ISRO ഒരു സിവിലിയൻ ബോഡിയാണ്, അതിന് മിലിറ്ററി പരിവേഷം നൽകുന്നത് തെറ്റാണ്. മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന DRDO ആണ്, ISRO അല്ല. 2025 മെയിൽ ഉണ്ടായ PSLV പരാജയ കാരണങ്ങളെ കുറിച്ച് പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നാളിതുവരെ ISRO പ്രസിദ്ധീകരിച്ചിട്ടില്ല. വിദഗ്ധരടങ്ങുന്ന കമ്മിറ്റിക്ക് പരിശോധിക്കാൻ കൊടുത്തിട്ടുമില്ല. 2025 മെയ് മാസത്തിലെ PSLV പരാജയത്തെക്കുറിച്ച് അവരൊരു ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. നാളിതുവരെ അവിടെ നിന്ന് അത് വിദഗ്ധരുടെയോ പൊതുജന സമക്ഷമോ എത്തിയിട്ടില്ല. അതിനുണ്ടായിരുന്നു കറക്ഷൻ ഉണ്ടായോ ഒന്നും നമുക്കറിയില്ല. അതിനിടയിലാണ് 7 മാസത്തിന് ശേഷം ഇതൊന്നും തിരുത്താതെ ജനുവരിയിലെ പരാജയം. വിദഗ്ധർക്ക് പോലും റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല എന്ന സ്ഥിതിക്ക് ആ റിപ്പോർട്ടിൽ ഗുരുതരമായ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടോ നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്താതെ ഈ 2025 മെയ് മാസത്തിലെ പരാജയത്തിന് ശേഷം 7 മാസങ്ങൾക്കുള്ളിൽ വീണ്ടും എന്തിനാണ് ഒരു PSLV ലോഞ്ച് നടത്തി നേരത്തെ ഉണ്ടായ അതേ തെറ്റ് ആവർത്തിക്കാൻ അവസരം നൽകി? ഈ പരാജയപ്പെട്ട ദൗത്യം ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന NSIL എന്ന ISROയുടെ കൊമേഴ്സ്യൽ വിങ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ പോലുള്ള അല്ല. മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റ്സും ലോഞ്ച് ചെയ്യുക എന്ന കച്ചവടമാണ് NSIL ചെയ്യുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പരാജയങ്ങൾ ശത്രുവിന്റെ കൈകളിലാണെന്ന് പറയുമ്പോൾ ഒരു കച്ചവട സ്ഥാപനം എന്ന നിലയിലുള്ള NSILന്റെ സാധ്യതകളെയാണ് അത് ദോഷകരമായി ബാധിക്കുന്നത്. കാരണം മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കാൻ അവർ നൽകിയ പണത്തിനും അവരുടെ സാറ്റലൈറ്റിനും NSIL നഷ്ടപരിഹാരം നൽകണം. ഇനി വേണ്ടേ? ഇതിന്റെ ഇൻഷുറൻസ് തുക നഷ്ടമായ തുകയേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇത് മാത്രമല്ല, പണി അറിയാത്തവന്റെ കയ്യിൽ ആരെങ്കിലും തുറന്ന് പണി കൊടുക്കുമോ? പരാജയത്തിന്റെ മാത്രം സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ്. അത് ഏകദേശം 200 മുതൽ 250 മില്യൺ ഡോളർ വരെ ആകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഒരു ഒറ്റ ഫെയിലുവറിന്റെ കോസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. തുടർച്ചയായ 2 പരാജയങ്ങൾ കാരണങ്ങളുണ്ട്. ഇനി നമ്മളോട് കൊടുക്കുന്നതിനകത്തിൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ വർധന 20 മുതൽ 30% വരെ ഉണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ ഈ വിജയമൊക്കെ കൊട്ടി ആഘോഷിക്കുമ്പോൾ പരാജയ കാരണങ്ങൾ അറിയാനും ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. കാരണം ഇത് അവന്റെ കൂടെ പണമാണ് ഈ കൊടുക്കുന്ന ISRO കൊടുക്കുന്നത്. അതിനു പകരം നമ്മൾ ഈ 007 ജെയിംസ് ബോണ്ട് സിനിമ സ്റ്റൈലിലുള്ള അപ്രതീക്ഷിത വരവും ഒറ്റ നോട്ടം കൊണ്ട് ശത്രുക്കളുടെ കറുത്ത കൈകളെ കണ്ടെത്തുകയും ചെയ്യുന്ന അജിത് പവാലിന്റെ ധൈഷണിക പ്രഭാവം ഉണ്ട്. കാണുമ്പോൾ എനിക്ക് വാസ്തവം തോന്നുന്നത് ഈ NTRന്റെ മകൻ ബാലകൃഷ്ണ എന്നൊരാളുടെ സിനിമയുണ്ട്, തെലുങ്ക് സിനിമകൾ. ആ സിനിമകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്ലെയിൻ പോകുമ്പോൾ ഇയാൾ താഴെ നിന്ന് പിടിച്ച് താഴെ ഇറക്കുന്നു, ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ഇയാൾ ചവിട്ട് ട്രെയിൻ താഴെ ഇടുന്നു. ഇതുപോലെ ഈ സൂപ്പർ ഹ്യൂമൻസ് ഉണ്ടല്ലോ,
സൂപ്പർ ഹ്യൂമൻസിനെയാണ് നമ്മൾ ഈ അവതരിപ്പിക്കുന്നത്. ഇത് കണ്ടെത്തേണ്ടത് നാഷണൽ പ്രൈം മിനിസ്റ്റർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അല്ല. വാട്ട് ഡസ് ഹി നോ അബൌട്ട് റോക്കറ്റ് ടെക്നോളജി? അയാൾക്ക് ഇതിന്റെയൊക്കെ അവഗാഹമുള്ള ആളാണോ അയാൾ? അയാൾ എന്ത് കണ്ടെത്താൻ ഈ പോകുന്നത്? അവിടുത്തെ എക്സ്പേർട്സ്, ടെക്നോക്രാറ്റ്സ് അല്ലേ ഇത് അനലൈസ് ചെയ്യണ്ടേ? എന്നിട്ട് റിട്ടയർ ചെയ്ത അതുപോലെ തന്നെയുള്ള സീനിയർ ടെക്നോക്രാറ്റ്സ് അവരുടെ കയ്യിൽ റിപ്പോർട്ട് കൊടുക്കുകയും അവരൊരുമിച്ച് ചർച്ച ചെയ്യും, ഇതിന്റെ പരാജയ കാരണങ്ങൾ കണ്ടെത്തിയും അത് സ്പോട്ട് ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യല്ലേ വേണ്ടത്? നമുക്ക് എപ്പോഴും ഇത്തരം ഒരുതരം ഈ എന്ത് പറയാനേ ഒരുതരം മസാലത്തനമാണ്, ഇതൊരു മസാലയാണിത്. അത് നമ്മൾ എല്ലാത്തിലും അത് തന്നെ കാണുക. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും എല്ലാത്തിലും ഇത്തരം ഈ അത്ഭുത കാഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൽ പറയപ്പെടുന്ന 900-ഓളം ശാസ്ത്രജ്ഞന്മാരുടെയും അതേപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും തിരോധാനം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ആത്മഹത്യ, ഇതൊന്നും തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇല്ല എന്നാണോ പറയുന്നത്? ഒന്നാമത് ഞാൻ വീണ്ടും പറയുന്നത്, അവിടെ ഒരു ശാസ്ത്രജ്ഞനും ഇല്ല. ദേ ആർ ഓൾ ടെക്നോക്രാറ്റ്സ്. അവരുടെ ലൈബ്രറിയന്റെ ഡെസിഗ്നേഷൻ വരെ സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ലൈബ്രറിയന്റെ ഡെസിഗ്നേഷൻ വരെ സയന്റിസ്റ്റ്, ഇന്ന ഗ്രേഡ്, അത്രേ ഉള്ളൂ. എല്ലാം അങ്ങനെ സയന്റിസ്റ്റ് ഒന്നുമില്ല. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗവേഷണങ്ങൾ നിങ്ങൾ നടത്തണം. ശാസ്ത്രത്തില് ഒരു ഒറിജിനൽ ഗവേഷണം നടത്തിയിട്ടില്ല. വല്ല മിടുക്കുള്ള കഴിവുള്ളവരുണ്ടാക്കിയ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങി അവരുടെ സഹായത്തോടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗിനോട് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോക്രാറ്റ്സ് മാത്രമാണ് ISRO ഉള്ളത്. ISRO ഇതുവരെ ഒന്നും സ്വന്തമായി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്ര വലിയ മഹത്തായി. പിന്നെ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്യണതൊക്കെ ആ സ്ഥാപനം നശിപ്പിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവര് നമ്മൾ എന്തൊക്കെയോ കണ്ടെത്തി, നമ്മൾ പറഞ്ഞ വിക്രം സാരാഭായി മരിച്ചത് വരെ നമ്മൾ ആരൊക്കെയോ ചെയ്തെന്ന് നമുക്ക് പറയാൻ ഇഷ്ടം. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്നുള്ള പറയാൻ നമുക്ക് തയ്യാറല്ല. വിക്രം സാരാഭായിയെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന്? ഈ ഒരു വ്യക്തിയാണോ നമ്മൾ നോക്കുക, ഒരു വ്യക്തിയാണോ ഒരു സ്ഥാപനത്തെ മുമ്പോട്ടുണ്ട്? നമ്മൾ എത്ര നാള് ഇപ്പൊ ഒരു സ്ഥാപനത്തിലുണ്ട്, ആ നേതാവാണോ? ഗാന്ധിയാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചതെന്ന്? നോ, ഇറ്റ് വാസ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. ഗാന്ധി മൈറ്റ് ബി വൺ ഓഫ് ദ ലീഡേഴ്സ് ഹു ലെറ്റ് ദാറ്റ്. അതുകൊണ്ട് ഗാന്ധിയാണോ സ്വാതന്ത്ര്യം മേടിച്ചതെന്ന്? എത്ര ലളിതമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. ISROയിലെ ഈ ടെക്നോക്രാറ്റ്സിനെ കുറെ പേരെ കൊല്ലുവാനും കുറെ പേര് ആത്മഹത്യ ചെയ്യാൻ എന്തൊരു കഥയാണ് ഇതൊക്കെ. ഞാൻ പറയല്ലേ, അത് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് നോക്ക്, നിങ്ങൾ റെയിൽവേയിൽ നോക്ക്, അതിന്റെ കണക്കുകൾ എടുക്കാത്തതുകൊണ്ട് അവിടെ ഒരുപാട് പേര് ആത്മഹത്യ കാണും. എത്രയും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു, എത്രയും പേര് കൊല്ലപ്പെടുന്നു. അവർ ISROയിലാണ്. ISROക്ക് എന്താണെന്ന് ഇത്ര പ്രതി? ഇറ്റ്സ് എ സിവിലിയൻ ബോഡി. ഇറ്റ്സ് എ സിവിലിയൻ ബോഡി, നത്തിങ് മിലിറ്ററി അബൌട്ട്. ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പുറത്തു പറയണം. അത് ഗവൺമെന്റ് പുറത്ത് പറയാതിരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. ബിക്കോസ് വി ഹാവ് ബീൻ ടോൾഡ് ഇറ്റ്സ് എ സിവിലിയൻ ബോഡി. ഇറ്റ്സ് എ റിസർച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അവിടെ സ്പേസിനെ കുറിച്ചുള്ള ഗവേഷണമാണ് നടത്തുന്നത്. അതല്ലാതെ അവിടെ ആളുടെ മരിക്കട്ടെ, സോ വാട്ട്? പട്ടിണി കിടന്ന ആളുടെ മരിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? പട്ടിണി കാരണം അന്വേഷിക്കുന്നുണ്ടോ? നമ്മൾ ഇതുപോലെ എടുത്തു നോക്ക്, ഏത് സ്ഥാപനം എടുത്താലും അവിടുത്തെ മരണം കഴിഞ്ഞൊരു 15 കൊല്ലത്തെ മരിച്ചത് അതുമാരെ എത്ര പേരെ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ അവരുടെ വീട്ടിലെ പ്രശ്നമായിരിക്കാം. അതെല്ലാം നിങ്ങൾ ISROയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു ആളുകൾ വരുന്നു, കറുത്ത കൈകൾ വരുന്നു. അവർ ഈ വിദഗ്ധരായ മനുഷ്യരെ ഭീഷണിപ്പെടുത്തി അവരെ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊരു കഥയാണിത്? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദി സ്റ്റോറീസ്. കാരണം ISRO ലോകത്തിലൊരു മഹത്തായ സംഭവമാണ് ഞാൻ കരുതുന്നേ ഇല്ല. ആദ്യം അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ.